തിരുവനന്തപുരത്ത് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബി.ജെ.പി. കൗൺസിലർ തിരുമല അനിലിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് ക്ഷോഭിച്ച് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുതെന്ന് മാധ്യമങ്ങളോട് രാജീവ് ചന്ദ്രശേഖർ. അതേസമയം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ ബി.ജെ.പി. കയ്യേറ്റത്തിന് മറുപടിയില്ല. കൈരളിയുടെ ചോദ്യത്തോട് കാണിച്ചു തരാമെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ ഭീഷണി. ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഇനി 2 ദിവസം പറയും. നിങ്ങളോട് ആരാ പറഞ്ഞു? അല്ല, നിങ്ങളോട് ആരാ പറഞ്ഞു? ഈ അല്ല പറയൂ, അത് നിങ്ങളുടെ ഏത് ചാനലാണ്? മതി അവിടെ ഇരുന്നാ മതി. ഇരുന്നാ മതി അവിടെ. ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കരുത്. ഇല്ല, ഞാൻ മറുപടി തരില്ല. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, കൈരളിയുടെ ചോദ്യങ്ങളാണ് രാജീവ് ചന്ദ്രശേഖരനെ അലോസരപ്പെടുത്തിയത്. കൈരളി ചോദിക്കേണ്ടത് ധാർഷ്ട്യത്തോടുകൂടി ഭീഷണിപ്പെടുത്തുകയാണ്. എന്തായിരുന്നു ഈ രാജീവ് ചന്ദ്രശേഖറുള്ള ചോദ്യം, അതിനുള്ള മറ്റു പ്രതികരണങ്ങളും? സിജു, എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തിരുമല അനിൽ എന്ന് പറയുന്ന ബി.ജെ.പി. കൗൺസിലറും അതിനൊപ്പം തന്നെ ബി.ജെ.പിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള തിരുമല അനിൽകുമാർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ആത്മഹത്യ ചെയ്തത് ഇത്തരത്തിൽ സഹകരണ സൊസൈറ്റിയുടെ സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണെന്നുള്ള ഒരു ആരോപണം ഉയരുന്നു. ഈ ആരോപണത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്ഷേപം അത് ബി.ജെ.പിക്ക് നേരെയാണ് ഉണ്ടാകുന്നത്. ആ ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഘട്ടത്തിലാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ ഇത്തരത്തിൽ എന്താണ് ഇത് താങ്കൾ അറിഞ്ഞിരുന്നോ, ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നോ, എന്താണ് സംസാരിച്ചത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയും രാജീവ് ചന്ദ്രശേഖറിനോട് നമ്മൾ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരോട് മോശമായി സംസാരിക്കുന്ന, ക്ഷുഭിതനായി സംസാരിക്കുന്ന രീതി രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ട എന്നുള്ള മറുപടിയാണ്, നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ചോദ്യങ്ങൾ ചോദിക്കേണ്ട എന്നുള്ളൊരു ആജ്ഞയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പ്രത്യേകിച്ച് നിങ്ങൾ ഏതാണ് മാധ്യമമെന്നും അത് കൈരളിയാണെന്ന് അറിഞ്ഞപ്പോൾ ചോദിക്കേണ്ട, നീ എന്ന് വിളിച്ചുകൊണ്ട് ചോദിക്കേണ്ട എന്നുള്ളൊരു മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് അടക്കം വലിയ രീതിയിലുള്ള അക്രമം ഈ ബി.ജെ.പി. പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അതിനടക്കം മറുപടിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ക്ഷുഭിതനായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ക്ഷുഭിതനായി രാജീവ് ചന്ദ്രശേഖർ ഈ വൈറ്റ് തരുന്നുണ്ടായ, അതായത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്ന ഇടത്ത് നിന്ന് പുറത്തേക്ക് പോവുകയും പിന്നീട് ഈ മൈക്കുകളൊക്കെ തന്നെയും മാറിയ സമയത്ത് കാണിച്ചു തരാമെന്നുള്ള ഭീഷണി അത് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുകയും ചെയ്തിരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ബി.ജെ.പി. സംരക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നതാണ് ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് ഉന്നയിച്ചത്. നമുക്കറിയാം, ഈ തിരുമല അനിൽ എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ തിരുവനന്തപുരം ജില്ലാ സിറ്റി ജനറൽ സെക്രട്ടറിയാണ്. ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യത അതുണ്ടാകുന്നത് ബി.ജെ.പിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സഹകരണ സൊസൈറ്റിയിലാണ്. ആ സഹകരണ സൊസൈറ്റി ഉണ്ടായ സാമ്പത്തിക ബാധ്യതയിൽ താൻ ഒറ്റപ്പെട്ടു പോയി എന്നതാണ് ആത്മഹത്യാക്കുറിപ്പിൽ തിരുമല അനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ സാഹചര്യം, ഈ ഭരണസമിതി ബി.ജെ.പിയുടെ നേതൃത്വത്തിലാകുന്ന ഘട്ടത്തിൽ അതിൽ സഹായിക്കേണ്ടത് പാർട്ടി അടക്കമുള്ള ആളുകളാണ്. പാർട്ടിയാണ് അതിൽ സഹായവുമായി ഒരു അണിക്കെത്തേണ്ടത്. അതിൽ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് തിരുമല അനിലിന്റെ ആത്മഹത്യ എന്ന് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങളോട് വലിയ രീതിയിൽ തന്നെ ക്ഷുഭിതനായി ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ നിരവധി മാധ്യമപ്രവർത്തകരോട് ഉണ്ടായിരുന്നുവെങ്കിലും കൈരളി സുലേഖ ചോദിച്ചപ്പോഴാണ് വല്ലാത്ത രീതിയിൽ വിറളി പൂണ്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നത് കണ്ടത്. നീ എന്ന് വിളിക്കുകയും കണ്ടു. മര്യാദഘട്ട പ്രവർത്തനം ആണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹവും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ മുതലാളി കൂടിയാണ്, ഏഷ്യാനെറ്റിന്റെ. തീർച്ചയായും സിജു, അത് തന്നെയാണ്. നമ്മൾ കൈരളിയാണ് ഇത്തരത്തിൽ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം അത് രാജീവ് ചന്ദ്രശേഖരനോട് വലിയ രീതിയിൽ ഉന്നയിച്ചത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ക്ഷുഭിതനായി മുഖമടക്കം ഇത്തരത്തിൽ മാറിക്കൊണ്ട് മോശമായ വാക്കുകൾ ഉപയോഗിച്ച് മറുപടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാധ്യമപ്രവർത്തനം നടത്തേണ്ട എന്നുള്ളൊരു ആജ്ഞയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇത്തരത്തിൽ നീ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള മറുപടി അത് രാജീവ് ചന്ദ്രശേഖറിന്റെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ അധിക്ഷേപിച്ചുകൊണ്ടുള്ള മറുപടിയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. വലിയ രീതിയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഭീഷണി ഉയർത്തുന്ന, കാണിച്ചു തരാമെന്നുള്ള ഭീഷണി അടക്കം
ഉയർത്തിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നത്. അതൊരു സംസ്ഥാന അധ്യക്ഷനാണ്. BJP എന്ന് പറയുന്ന പാർട്ടിയുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ. ആ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ മോശമായ അനുഭവം മാധ്യമ പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ, അതായത് തിരുമല അനിലിന്റെ ആത്മഹത്യ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ BJP പ്രവർത്തകരുടെ കയ്യേറ്റം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ ശരി സുലേഖ, തുടരുക.